തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഹെൻറി എട്ടാമൻ രാജാവിൻ്റെ കാലത്ത് രാജാവ് തൻ്റെ ഭാര്യ കാതറിനെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ തയ്യാറായി. പാപ്പയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന രാജാവ് ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ പാപ്പ രാജാവിനോട് ഇതിനെപ്പറ്റി ചോദിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്തു. പക്ഷേ ഹെൻറി എട്ടാമൻ രാജാവ് വിവാഹത്തിന് താല്പര്യമെടുത്തു. പാപ്പയുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചുകൊണ്ട് ആ വിവാഹത്തിന് അദ്ദേഹം തയ്യാറായി. ഹെൻറി എട്ടാമൻ 6 വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ കാലത്ത് രാഷ്ട്രവും സഭയും തമ്മിൽ നല്ല അടുത്ത ബന്ധത്തിലിരിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് രാജാവ് പാപ്പയുമായിട്ട് വേർപിരിഞ്ഞപ്പോൾ കുറേ ആളുകൾ, പുരോഹിതരും കർദിനാൾമാരും ഉൾപ്പെടെ കുറേ പേര് രാജാവിൻ്റെ കൂടെയും മറ്റു കുറേ പേര് പാപ്പയുടെ കൂടെയും ചേർന്നു. അന്ന് ശ്രദ്ധിക്കപ്പെട്ട 2 മനുഷ്യരുണ്ട്. ഒന്ന് കർദിനാൾ വൂൾസി, മറ്റൊന്ന് തോമസ് മൂർ. തോമസ് മൂർ പറഞ്ഞു, എന്തെല്ലാം എനിക്ക് ഓഫർ ചെയ്താലും ഞാൻ എൻ്റെ സഭയെ വിട്ടു പോവില്ല. ഞാൻ എൻ്റെ ദൈവസ്നേഹത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുകയില്ല. കർദിനാൾ വൂൾസി ആവട്ടെ ഹെൻറി എട്ടാമൻ രാജാവ് നൽകിയ വലിയ സമ്മാനങ്ങളിൽ ആകൃഷ്ടനായി അതിലേക്ക് പോയി. കാലമേറെ കഴിഞ്ഞു. കർദിനാൾ വൂൾസി മരണശയ്യയിൽ കിടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ രാജാവിനെ സേവിച്ചതിൻ്റെ 10 ഞാൻ ദൈവത്തെയും മനുഷ്യരെയും സേവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ദുർഗതി എനിക്ക് വരില്ലായിരുന്നു. തോമസ് മൂർ മരിച്ചത് സന്തോഷത്തോടെയാണ്. കർദിനാൾ വൂൾസി മരിച്ചത് നിരാശയോടെയാണ്. വാസ്തവത്തിൽ സമ്പത്തിൻ്റെ പിന്നാലെ പോകുന്ന മനുഷ്യരുടെ ജീവിതത്തിൻ്റെ അന്ത്യം ദുസ്സഹമാണ്. ദൈവത്തെയും മനുഷ്യരെയുമൊക്കെ മാറ്റി നിർത്തി സമ്പത്തിന് വേണ്ടി മാത്രം യാതൊരു ആദർശവുമില്ലാതെ ജീവിച്ച എല്ലാ മനുഷ്യരും നിരാശയോടെ കടന്നുപോയിട്ടുള്ളവരാണ്. അതുകൊണ്ട് സമ്പത്തിനോടുള്ള ആർത്തി എന്നതിനേക്കാൾ ഉപരി മനുഷ്യരോടും ദൈവത്തോടുമുള്ള സ്നേഹബന്ധങ്ങൾക്ക്, അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളൊരു തിരിച്ചറിവിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.